ധനുഷിന്റെ 50ാമത്തെ മൂവിയാണ് രായൻ. ഈ ഒരു മൂവി ഡയറക്ട് ചെയ്തിരിക്കുന്ന ധനുഷാണ്. ആൻഡ് സിനിമയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഒരു ഓക്കെ എന്നൊരു ഫീൽ ആയിരുന്നു. എനിക്ക് അത്രയ്ക്ക് അങ്ങ് ഈ മൂവി വർക്കായില്ല. കാരണം ഈ ഒരു മൂവിയുടെ ഫസ്റ്റ് ഹാഫ് ആയാലും അല്ലെങ്കിൽ ഈ ഒരു മൂവിയുടെ ഇൻട്രോ ആയാലും കിഡിലുമായിരുന്നു. നല്ല കിടിലം പ്രസന്റേഷനും ക്യാരക്ടേഴ്സും ആ ഒരു വേൾഡ് ബിൽഡും ആ ഒരു ക്രൈം നേഷനും അങ്ങനെ എല്ലാ കാര്യങ്ങളും നല്ല അടിപൊളിയായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ഫസ്റ്റ് ഹാഫ് ആയിരുന്നു. പക്ഷേ ഈ ഒരു മൂവിയുടെ സെക്കൻഡ് ഹാഫ് അല്ലെങ്കിൽ ആ ഒരു ക്ലൈമാക്സ് പോർഷൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുമടുത്ത ഒരു സ്റ്റോറി ലൈനും പ്രസന്റേഷനും ഒക്കെ തന്നെയാണ്. ഒരു നോർമൽ ആയിട്ടുള്ള റിവെഞ്ച് ഡ്രാമ എങ്ങനെയായിരിക്കും ആ രീതിയിലാണ് ആ ഒരു സെക്കൻഡ് ഹാഫ് മൂവി പ്രസന്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ഹാഫിൽ കിട്ടിയ ഒരു വൈബും ആ ഒരു പ്രസന്റേഷനാണ് ആ ഒരു സെക്കൻഡ് ഹാഫിൽ യൂസ് ചെയ്തിരുന്നെങ്കിൽ വേറെ ലെവൽ ഓഫ് മൂവി ആയതിനെ. കാരണം അതിനുള്ള എല്ലാ പൊട്ടൻഷ്യലും സെക്കൻഡ് ഹാഫിൽ ഉണ്ടായിരുന്നു. ഒരുപാട് പോർഷൻസ് ഒക്കെ കിഡിലായിട്ട് പ്രസന്റ് ചെയ്യായിരുന്നു. പക്ഷെ നോർമലായിട്ട് നമ്മൾ കണ്ടുമടുത്തൊരു ടെംപ്ലേറ്റ് ഉണ്ടല്ലോ സ്ഥിരം റിവെഞ്ച് ഡ്രാമയിലൊക്കെ വരുന്ന അതേ പാറ്റേൺ ആണ് സെക്കൻഡ് ഹാഫ് പോയിരിക്കുന്നത്. കാരണം ഈ ഒരു മൂവിയുടെ ഒരു മെയിൻ പാർട്ട് ഉണ്ട്. ആ ഒരു സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആ മൂവിയുടെ മെയിൻ സബ്ജക്ട് എന്ന് പറയുന്നത് കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ എങ്ങോട്ട് ഈ ഒരു മൂവി കൊണ്ടുപോകണമെന്ന് അറിയാത്ത രീതിയിലാണ് ആ ഒരു മൂവി പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു സെക്കൻഡ് ഹാഫിന്റെ റൈറ്റിംഗ്സ് എന്ന് പറയുന്നത് ഭയങ്കര വീക്ക് ആയിരുന്നു. ആ ഒരു ഫസ്റ്റ് ഹാഫിനെ സംബന്ധിച്ചോളം ഒന്നുമില്ല സെക്കൻഡ് ഹാഫിൽ. നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുമടുത്ത സാധനങ്ങൾ തന്നെ ഇങ്ങനെ കണക്ട് ചെയ്ത് പോകുന്നുണ്ട്. ചില പോർഷൻസ് ഒക്കെ നല്ല ലാഗ് ഫീൽ ചെയ്യും. പക്ഷെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് അങ്ങനെയല്ല, എടുത്തു പറയാൻ കിഡിലുമായിരുന്നു. ഒരു കിഡിലം പ്രസന്റേഷൻ ആയിരുന്നു. ആ ഒരു ക്യാരക്ടേഴ്സും അവരുടെ വേൾഡ് ബിൽഡും അല്ലെങ്കിൽ ആ ഒരു ക്രൈം നാഷണലിൽ കുറച്ച് ക്യാരക്ടേഴ്സ് വരുന്നതും പിന്നീട് അവിടെ നടക്കുന്ന സിറ്റുവേഷൻസ് അല്ലെങ്കിൽ അവർ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആ ഒരു ഫസ്റ്റ് ഹാഫിൽ ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട് ഇന്റർവ്യൂവിന് മുമ്പ്. മാൻ അതൊക്കെ എന്റെ പൊന്നോ കിട്ടിലോ എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവൽ ആയിട്ട് വരുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറിയാണ്. ധനുഷിന്റെ ബ്രദേഴ്സും ഒരു സിസ്റ്ററും ഉണ്ട്. സോ ഇവർ നാലുപേരും കൂടി ഒരു ക്രൈം സൊസൈറ്റിയിൽ ജീവിക്കുന്നതും അവിടെ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസോ അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്യുന്നതോ അല്ലെങ്കിൽ അവിടെ സർവൈവ് ചെയ്യുന്നതൊക്കെയാണ് സിനിമ സംസാരിക്കുന്നത്. ആ ഒരു ഫസ്റ്റ് ഹാഫിൽ ഇങ്ങനത്തെ ഒരു സർവൈവലും അല്ലെങ്കിൽ ഇവർ ആ ഒരു ക്രൈം സൊസൈറ്റിയിൽ ഫേസ് ചെയ്യുന്ന കുറെ പ്രോബ്ലംസ് ഒക്കെ നല്ല കിഡിലോട്ട് തന്നെ പ്രസന്റ് ചെയ്യുന്നുണ്ട്. ഒരു ബാക്ക് സ്റ്റോറിയുടെ ചെറിയൊരു ത്രെഡൊക്കെ പറയുന്നുണ്ട്, അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പക്ഷെ എന്നാലും ആ ഒരു ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് നല്ല കിഡിലോട്ട് തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആയാലും ആ ഒരു ക്രൈം സൊസൈറ്റി ആയാലും എല്ലാം അടിപൊളിയായിട്ട് തന്നെ സിനിമയിൽ സംസാരിച്ച് പോകുന്നുണ്ട്. ആൻഡ് പിന്നീട് എന്ത് സംഭവിച്ചെന്ന് ഒരു പിടുത്തുമില്ല. നല്ല വീക്കായിട്ടുള്ള സ്റ്റോറി ലൈൻ, അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു സെക്കൻഡ് ഹാഫ് ഇങ്ങനെ പോയത്. കാരണം നല്ല രീതിക്ക് ലാഗ് ഫീൽ ചെയ്തു അല്ലെങ്കിൽ നല്ല രീതിക്ക് നമുക്ക് ഓക്കെ എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യാം. കാരണം നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും ഈ അടുത്ത് എങ്ങനെയായിരിക്കും എൻഡ് ചെയ്യുന്നതെന്നൊക്കെ. ആ രീതിയിലാണ് ഒരു സെക്കൻഡ് ഹാഫ് വരുന്നത്. ആൻഡ് എടുത്തു വരേണ്ട കാര്യം ഈ ഒരു മൂവിയുടെ മേക്കിംഗ് ആണ്. കിഡിലം ക്വാളിറ്റി ആയിരുന്നു. DOP ആയാലും കളറിംഗ് ആയാലും മ്യൂസിക്കിന്റെ കാര്യം എടുത്തു പറയേണ്ട. മ്യൂസിക്കും BGM A.R. റഹ്മാനാണ്. ഓൾറെഡി ഒരു സോങ് വൻ ഹിറ്റ് ആയിരുന്നു. ആ ഒരു സോങ്ങിന്റെ വിഷ്വൽ തിയേറ്റർ വന്നപ്പോൾ എന്റെ പിന്നെ ഒരു കിഡിലം വൈബായിരുന്നു. എഡിറ്റിംഗ്സ് ആയാലും കട്ട്സ് ആയാലും ആ ഒരു കളറിംഗ് ഒക്കെ നല്ല കിഡിലം കളറിംഗ് ആയിരുന്നു കേട്ടോ. മൂവിയുടെ സ്റ്റാർട്ടിംഗ് തൊട്ട് എൻഡ് വരെ ആ ഒരു ബ്ലൂ ടോൺ ആ റെഡ് ഒക്കെ പിടിച്ചിട്ടുള്ള ഒരു കിഡിലം കളറിംഗ് ആയിരുന്നു. നല്ല ഒരുപാട് കിഡിലം ഫ്രെയിംസ് ഉണ്ട്. ആ ഒരു സ്റ്റണ്ട് ആയാൽ പോലും അതിന്റെ ആക്ഷൻ സീക്വൻസും ആയിട്ടുള്ള സിനിമാറ്റോഗ്രാഫി ആയാലും അല്ലെങ്കിൽ നോർമൽ സീക്വൻസ് ആയാലും എല്ലാം നല്ല കിഡിലായിട്ടുള്ള DOP വർക്ക്സ് ആയിരുന്നു. മെയിനായിട്ട് എടുത്തുകൊണ്ട് ആക്ഷൻ സീക്വൻസ് ആയിരുന്നു. അതൊക്കെ കിഡിലായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ഇന്റർവൽ ബ്ലോക്കിന് മുമ്പുള്ള ഒരു ഫൈറ്റ് ഉണ്ട്, പിന്നെ ഒരു ബാറിലെ ഫൈറ്റ് ഉണ്ട്, പിന്നെ ക്ലൈമാക്സ് ഫൈറ്റ്. ഈ ഒരു മൂടെ സ്ക്രിപ്റ്റ് എന്ന ഒരു പോയിന്റ് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഈ ഒരു മൂടെ മേക്കിംഗ് ക്വാളിറ്റി ആയാലും പ്രസന്റേഷൻ ആയാലും ക്യാരക്ടേഴ്സ് ആയാലും ആ ഒരു സ്റ്റോറി ലൈൻ എല്ലാം അടിപൊളിയായിരുന്നു. പക്ഷേ ഈ ഒരു മൂടെ റൈറ്റിംഗ് അല്ലെങ്കിൽ സ്ക്രീൻ പ്ലേ കുറച്ച് ഡള്ളായതുകൊണ്ട് ആ ഒരു എൻറ്റയർ മൂവിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. കാരണം സെക്കൻഡ് ഹാഫിലൊക്കെ നല്ല രീതിക്ക് നമുക്ക് അഫക്ട് ആവും. ആ ഒരു ഫസ്റ്റ് ഹാഫിൽ നമ്മൾ കണ്ടതോ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് സെക്കൻഡ് ഹാഫിൽ എവിടെയും കിട്ടുന്നില്ലാത്ത രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ ഫസ്റ്റ് ഹാഫിൽ നമ്മുടെ മൈൻഡിൽ കയറി ആ ഒരു സബ്ജക്ട്, സെക്കൻഡ് ഹാഫിൽ അതിന്റെ അയലത്ത് വരാത്ത രീതിയിലാണ് ആ ഒരു മൂവി പ്രസന്റ് ചെയ്തിരിക്കുന്നത്. പിന്നീട് ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസിന്റെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ എല്ലാവരും കിഡിലായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ധനുഷ് ആയാലും സെൽവരാഘവനായാലും എസ് സൂര്യ ആയാലും ധനുഷായിട്ടുള്ള കോംബോ സീൻസ് ഒക്കെ കിഡിലായിരുന്നു. ആൻഡ് ധനുഷിന്റെ ബ്രദേഴ്സ് ആയിട്ട് വരുന്ന രണ്ടുപേരും ഉണ്ടായിരുന്നു. ഒരു ക്യാരക്ടർ പേര് എനിക്ക് അറിയത്തില്ല, മറ്റൊന്ന് കാളിദാസ് ജയറാമാണ്. അപ്പോൾ രണ്ടുപേരും ഓക്കെ ആയിരുന്നു. ആ ഒരു ക്യാരക്ടർ നൈസായിട്ട് തന്നെ അവർ പെർഫോം ചെയ്തിട്ടുണ്ട്. സോ എന്തായാലും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. മൂവിയുടെ മേക്കിംഗ് ക്വാളിറ്റി ആയാലും ആ ഒരു ആക്ഷൻ സീക്വൻസ് ആയാലും എല്ലാം അടിപൊളിയായിരുന്നു. സോ എന്തായാലും നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.